കോഴിക്കോട് നാദാപുരത്ത് പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജനയിൽ ഉൾപ്പെടുത്തി തണ്ണീർപന്തൽ മുതൽ അരൂര് വരെ നിർമ്മിക്കുന്ന റോഡിന്റെ പണിയിൽ അശാസ്ത്രീയതയും ക്രമക്കേടുകളുമെന്ന ആക്ഷേപം. സംഭവത്തിൽ പ്രത്യക്ഷ സമരങ്ങൾക്ക് തയ്യാറെടുത്ത് പ്രതിപക്ഷ സംഘടനകൾ. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജനയിൽ ഉൾപ്പെടുത്തി തണ്ണീർപന്തൽ മുതൽ അരൂര് വരെ നിർമ്മിക്കുന്ന റോഡിന്റെ പണിയിലാണ് അശാസ്ത്രീയതയും ക്രമക്കേടുകളും ആരോപിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ സമരത്തിനൊരുങ്ങുന്നത്. 6.44 കോടി രൂപ അടങ്കൽ തുകയിൽ 5.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. FTR രീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് വാഗ്ദാനം ചെയ്ത ബലമില്ലെന്നും അരൂരിൽ ടയർ പാടുകൾ രൂപപ്പെട്ടത് ഗുണനിലവാരമില്ലായ്മ തെളിയിക്കുന്നുവെന്നുമാണ് മുസ്ലിം ലീഗിന്റെ ആക്ഷേപം. ഈ റോഡ് ലെവലായിട്ടില്ല. ഇത്തരം റോഡുകളിൽ നമ്മൾ കാണുന്ന സ്കഡും അതുപോലെ തന്നെ ലൈനും മിഡിലും അതുപോലെ തന്നെ സൈഡിലുള്ള ആ ലെവൽ റോഡ്, ഇത് ലെവൽ റോഡേ അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അണ്ടുലേഷനാണ്, അതായത് ഉയർച്ചയും താഴ്ചയും ഈ റോഡിൽ കാണുന്നു. ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെയായി തീർന്നത്. ഇപ്പോൾ പോസ്റ്റുകൾ ഇതിൻ്റെ നടുവിലാണുള്ളത്. ജലജീവന്റെ പൈപ്പുകൾ പോലും കുഴിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം റോഡ് വീണ്ടും കുഴിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് കരാറുകാരന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. റോഡ് വീതി കൂട്ടേണ്ട തണ്ണീർപന്തൽ ഭാഗത്ത് വീതി കൂട്ടാതെ തന്നെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചത് ആരുടെയെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയമുണ്ടെന്നും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പണിയിൽ ഔദ്യോഗിക നിരീക്ഷണ സംവിധാനങ്ങളുടെ അഭാവം അഴിമതിക്ക് കളമൊരുക്കുകയാണെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്താത്തത് ഒത്തുകളിയാണെന്നുമാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.